നിരന്തരാവുകയും ശരാശരി മനുഷ്യന് ജീവിക്കാൻ സാധിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് വരുന്നത്. അപ്പോഴാണ് ഇടുക്കി പോലെ ഈ ബഡ്ജറ്റിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ എടുത്തു പറയേണ്ടത് ഭൂനികുതിയൊക്കെ കൂട്ടിയത് ഏകദേശം 50% മുകളിലാണ്. ഭൂനികുതി, ഇലക്ട്രിസിറ്റിയില്ലാത്ത നികുതി, ഫീസ് എന്നിവയുള്ള ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും ഈ ഗവൺമെന്റ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കണ്ടമാനം നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരാശരി മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി സമരം ചെയ്യാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ പിണറായി സർക്കാരിന്, ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ആസനത്തിൽ ആഞ്ഞുകൊടുത്താൽ അത് തടൽ എന്നുള്ള രീതിയിലാണ് ഇന്ന് അവരുടെ ഭരണം. ഇതാര് പറഞ്ഞാലും ഇതൊന്നൊരു ഉളുപ്പ് എന്ന് പറയുന്ന സംഗതി ഇന്നത്തെ സർക്കാരിനില്ല. ഇത് എല്ലാ മേഖലയിലും കട്ട് മുടിച്ച് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരു ഭരണം. എങ്ങനെയാണ് നമ്മൾ ശരാശരി സഖാക്കന്മാരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളും ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? നിങ്ങൾക്കൊന്നും ഈ പ്രശ്നം ബാധിക്കുന്നില്ലേ? ശരാശരി കമ്മ്യൂണിസ്റ്റുകാരനെ ആലോചിക്കണം. നമ്മളെ നിത്യജീവിതത്തിൽ എല്ലാ ആളുകളെയും സ്പർശിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭൂമിയിൽ കൂട്ടുന്നില്ലേ? അവർക്ക് വെള്ളക്കരം കൂടുതൽ വരൂലേ? അവർക്ക് വൈദ്യുതി ചാർജ് വരില്ലേ? അപ്പൊ നിങ്ങളൊക്കെ എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും അതിനെതിരായി പ്രതികരിക്കാനും ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കുന്നില്ല എന്നതെന്നത് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. പക്ഷേ ഞങ്ങളുടെ ധർമ്മമാണ്. നമ്മുടെ UDFിന്റെയും കോൺഗ്രസിന്റെയും കടമയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി നിലകൊള്ളാനും സമരം ചെയ്യാനും മുന്നോട്ട് വരുവാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു സൂചന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും ഇന്ന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ധർണയിരിക്കുകയാണ്. ഇതൊരു സൂചനാ സമരമാണ്. ഇനി അങ്ങോട്ട് സർക്കാരിന്റെ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ഒട്ടേറെ കഠിനമായ സമരങ്ങളും സമരപരിപാടികളും ഈ ഗവൺമെന്റ് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇരട്ടത്താപ്പാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മുമ്പ് ഗെയിൽ പദ്ധതി നാട്ടിൽ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിക്കുള്ളിൽ ബോംബ് വെച്ചു എന്ന് പറഞ്ഞ് ഗെയിൽ പദ്ധതിയെ എതിർത്ത് പരാജയപ്പെടാൻ ശ്രമിച്ചതാണ് ഇവിടുത്തെ സഖാക്കന്മാർ. അവരെ ഗെയിൽ പദ്ധതിയുടെ ഭൂമിക്കുള്ളിൽ കമ്മീഷൻ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഗെയിൽ പദ്ധതി ഞങ്ങളാണ് നടപ്പിലാക്കിയത് എന്നുള്ള ഇപ്പോൾ ഇതേപോലെ തന്നെ ഈ ഭൂനികുതി നമ്മുടെ UDF സർക്കാരിന്റെ കാലത്തായിരുന്നുവെങ്കിൽ ഇപ്പോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്വൈര്യജീവിതം എന്നൊരു സംഗതി ഉണ്ടാവാൻ സമ്മതിക്കുമായിരുന്നു. എല്ലാം തടസ്സപ്പെടുന്ന രീതിയിൽ വമ്പിച്ച പ്രക്ഷോഭവുമായി അവർ മുമ്പോട്ട് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്താൽ അതിന് കുറ്റമില്ല എന്നുള്ള രീതിയിലാണ് പിണറായി വിജയന്റെ സമീപനവും ഇടതുപക്ഷ ജനാധിപത്യ നിലപാടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി മനുഷ്യന് ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. നമുക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കണം. മിതമായി ഭൂനികുതിയായാലും ഇലക്ട്രിസിറ്റി ചാർജായാലും വെള്ളക്കരമായാലും ഒരു മനുഷ്യൻ ഇന്നത്തെ വരുമാനത്തിൽ താങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള മിതമായ നിരക്കിൽ മാത്രമേ അത് ഈടാക്കാവൂ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരായി കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും കോൺഗ്രസ് പ്രവർത്തകന്മാർ ധർണയിരിക്കുന്നത്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്. ഞാൻ അദ്ദേഹത്തെ ഈ ധർണ ഉദ്ഘാടനം ചെയ്തതിനായി ക്ഷണിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുകൂടി അഭിവാദ്യം അർപ്പിക്കുന്നു. ജയ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ കുട്ടിരാജ്, മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റ്
മധുരം കോൺഗ്രസ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റാട് മധുരം കോൺഗ്രസ് മധുരം കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പ്രിയങ്കരായ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും അതായത് മണ്ഡല നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മാർച്ചും ധർണയും നടത്തിയിരുന്നു. ഈ ധർണയുടെ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ വ്യക്തമായ ശ്രീ കവാസികൾ സംബന്ധിച്ചു. ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കൃത്യത്തിൽ നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയ ഒരു വർധനവുമാണ് ഭൂനികുതിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കേരളത്തിലെ ഓരോരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും ഈ സർക്കാർ വന്നതിന് ശേഷം ആ ബഡ്ജറ്റുകളൊക്കെ തന്നെ അവതരിപ്പിക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ നെഞ്ചെടുപ്പോടുകൂടിയാണ് കാത്തുള്ളത്. കാരണം ഏത് ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും ആ ബഡ്ജറ്റിൽ ഒരു കാരണവശാലും ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് നീതി നിർദ്ദേശങ്ങളാണ് ആ ബഡ്ജറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തവണ ഭൂനികുതി 50% വർദ്ധിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വേറെയാണ് എന്ന് 50% ഭൂനികുതി വർധനയോടുകൂടി ഇവിടെ ഒരേക്കർ പഞ്ചായത്തിൽ ഒരേക്കർ ഭൂമിയുള്ള ഒരു വ്യക്തിക്ക് 880 രൂപയും അതുപോലെ 500 രൂപയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ അത് 925 കോർപ്പറേഷനിൽ 1850 രൂപയുമായി വർധനവ്. ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയൊരു വർധനവ് ഈ സംസ്ഥാനത്തെ അടിച്ചേൽപ്പിക്കുമ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത്? ഇവിടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചു. വെള്ളക്കരമൊക്കെ വർദ്ധിപ്പിച്ചു എന്നതിൽ ഇരട്ടിയാണ് വർദ്ധിപ്പിക്കുന്നത്. അതിനൊന്നും ഒരു മാനദണ്ഡമില്ലാതാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കെട്ടിട വേലി വർധനവ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പെട്രോളിന്റെ ഡീസലിന്റെ വില വർധനവ് വരുന്നു. അതുപോലെ തന്നെ മറ്റ് എല്ലാ നിത്യോപകരണ സാധനങ്ങളുടെയും വില ക്രമാതീതമായി വളർന്നു വരുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വരുന്നത്. ഇതിനൊരു അറിവ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഇലക്ട്രിസിറ്റിയുടെ വൈദ്യുതി ചാർജ് വർധനവ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വർധനമാണ്. ഇത് എല്ലാ രംഗത്തും ഒരു ചാർജ് വർധനമാണ് നമ്മുടെ ഈ ബഡ്ജറ്റോട് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ മരുന്നിന് പണം കൊടുക്കാത്തതുകൊണ്ട് മരുന്ന് ശതമാനം ലഭിക്കാത്ത അവസ്ഥ കുടിശ്ശികയായി കിടക്കുകയാണ്. 700 കോടി. അതുപോലെ തന്നെ നമുക്കറിയാം കാരുണ്യ പദ്ധതി അത് അവിടെ കൊടുക്കാൻ കിടക്കുന്നു 1500 കോടി. അതുപോലെ തന്നെ ഇവിടെ സപ്ലൈകോ 465 കോടി. എവിടെയാണ് ഗവൺമെന്റ് പൈസ കൊടുക്കാനില്ലാത്തത്? എല്ലാ മേഖലകളിലെയും ഗവൺമെന്റ് പൈസ കൊടുക്കാനിരിക്കുകയാണ്, ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാരുണ്യ പദ്ധതി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മരുന്ന് ലഭ്യമല്ലാതെ ആരോഗ്യ രംഗത്ത് പ്രശ്നങ്ങൾ വരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം റേഷൻ കടകളൊക്കെ കാലിയായി കിടക്കുകയാണ്. അവിടെ ഒരു കൃത്യമായ രീതിയിലുള്ള അരിയോ മറ്റ് സാധനങ്ങളോ ഒന്നുമില്ല. സാധാരണ റേഷൻ കടകളിലോ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള എല്ലാ അത്യാവശ്യ സാധനങ്ങളും കിട്ടാൻ വേണ്ടിയാണ് റേഷൻ കടകളെ പോലെയുള്ള അത്തരം ഉന്നത സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ റേഷൻ കടയിൽ അരിയുമില്ല, ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് റേഷൻ കട മാറ്റിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി ശ്രമിക്കും. സപ്ലൈകോ 475 കോടി രൂപ ബാധ്യത എടുക്കുന്നുണ്ട്. അവിടെ സാധനങ്ങൾ ലഭ്യമല്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കുടുംബശ്രീക്കാരെയാണ് CPIക്കാരെ ഏതെങ്കിലും പരിപാടി നടക്കുമ്പോൾ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും
വെച്ചുകൊണ്ടാണ് ആ പരിപാടികൾ. ഇപ്പോൾ പരിപാടിക്ക് ആളെ കിട്ടുന്നില്ല. ആളെ കിട്ടാത്ത തട്ടിപ്പ് പാർട്ടിയായി, ഒരു വഞ്ചന പാർട്ടിയായി, കുത്തക മുതലാളി പാർട്ടിയായി CPM മാറിയത് കൊണ്ട് തന്നെ CPM നടത്തുന്ന പരിപാടികൾക്ക് ആളുകളെ കിട്ടാതെ വരുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ജോലി നഷ്ടപ്പെടും എന്നുള്ള പേടി കൊണ്ട് തൊഴിലുറപ്പുകാരും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളിൽ നിങ്ങൾ വരുമോ എന്ന് പഠിച്ച് കുടുംബശ്രീക്കാരുമാണ് CPM-ന്റെ മീറ്റിംഗിൽ പോയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ കുടുംബശ്രീക്കാരെ പറ്റിച്ചിരിക്കുന്നു. കുടുംബശ്രീയുടെ കാര്യങ്ങളൊക്കെ താളം തെറ്റുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു. 25 രൂപയ്ക്ക് ഇവിടെ കുടുംബശ്രീ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ 1100ഓളം ഹോട്ടലുകൾ പൂട്ടിക്കിടക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ്. ഇവരാരെയാണ് സഹായിക്കുന്നത്? ആശാവർക്കർമാരെ ഇവിടെ സമരം നടത്തുന്നു തിരുവനന്തപുരത്ത്. ആ ആശാവർക്കർമാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി ഭയപ്പെട്ട് വീടുകളിന്റെ ഉള്ളിലിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ വീട്ടിൽ കയറി ചെന്ന് വീടിന്റെ ഉള്ളിൽ കയറി ആ രോഗികളെ, കോവിഡ് ബാധിതരെ കണ്ട് അവരുടെ സുഖവിവരങ്ങൾ നൽകി അവർക്ക് വേണ്ട മരുന്നുകളും മറ്റ് സാധനങ്ങളും എത്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആശാവർക്കർമാരായിരുന്നു. ആ ആശാവർക്കർമാര് സമരം നടത്തുമ്പോൾ ഇവിടുത്തെ മന്ത്രി പറഞ്ഞത് എന്താണ്? അവരെ അവഹേളിക്കുന്ന രീതിയിൽ, അവരെ നിന്ദിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇവിടുത്തെ മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ഇവിടെ ഈ ബഡ്ജറ്റ് കൊണ്ട് റബ്ബറിന്റെ ടാങ്കുകൾ എവിടെ എത്തിയിരുന്നു എന്നതാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും, അതുപോലെ പ്രവാസികൾ എല്ലാവരും സമരരംഗത്താണ്. മത്സ്യത്തൊഴിലാളികൾ അവര് സമരരംഗത്താണ്, കർഷകർ അവർ സമരരംഗത്താണ്, പ്രവാസികൾ സമരരംഗത്താണ്, ജീവനക്കാർ സമരരംഗത്താണ്. എല്ലാവരും കളക്ടറേറ്റ് പഠിക്കൽ കഴിഞ്ഞ ഈ ബഡ്ജറ്റ് വന്നതിന്റെ അന്ന് മുതൽ എല്ലാ സംസ്ഥാനത്തെ മുഴുവൻ ജീവനക്കാരും, തൊഴിലാളികളും, കർഷകരും, വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള എല്ലാവരും സമരരംഗത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ഇത് ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിച്ച അധിക നീതിഭാരം കൊണ്ട് ഇവിടെ അതാത് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇതിന് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലേക്കുമുള്ള സമരം നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ബഡ്ജറ്റ് വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? 1600 പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചോ? കഴിഞ്ഞ ബഡ്ജറ്റിൽ 5000 കോടി രൂപയുടെ നികുതി ഭാരമാണ് അടിച്ചേൽപ്പിച്ചത്. ഈ ബഡ്ജറ്റിലും ഇത് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള നികുതി ഭാരം 50% ഭൂനികുതി അടക്കം വർദ്ധിപ്പിക്കുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള നികുതികളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? അതെല്ലാം ലഭിച്ചിട്ട് പ്രിയമുള്ളവരെ 1600 രൂപയിൽ നിന്നും 1 രൂപ പോലും ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ട് പക്ഷേ ക്ഷേമ പെൻഷൻ അത് കൊടുക്കാൻ വേണ്ടി കൃത്യമായി സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുന്ന അധികാരത്തിൽ മാറുന്ന സമയത്ത് വരെ നിങ്ങൾ ആലോചിക്കണം, ആർക്കെങ്കിലും ഈ പെൻഷൻ കിട്ടാതിരുന്നിട്ടുണ്ടോ? ഒരു വ്യക്തിക്ക് പോലും പെൻഷൻ കിട്ടാതിരുന്നിട്ടില്ല. ഇവിടെ ഏതെല്ലാം രീതിയിൽ തട്ടിപ്പ് നടത്താൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റേഷൻ നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരുടെ റേഷൻ വരെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റിന് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാവപ്പെട്ടവൻ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവൻ, അവൻ റേഷൻ സാധനം മേടിച്ചുകൊണ്ടാണ് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും എന്നാലോചിക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മുതലാളിമാർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്, പാവപ്പെട്ടവന്റെ വിഷയങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇവിടെ പുതിയ മദ്യശാലകൾ ആരംഭിക്കുന്നു. ആർക്കു വേണ്ടിയാണ്? ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണോ പുതിയ മദ്യശാലകൾ ആരംഭിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഇഷ്ടംപോലെ സ്വല്പം പോലെ മദ്യം കൊടുക്കുന്നു. മയക്കുമരുന്ന്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് സുലഭമായി ലഭ്യമാകുന്നു. ഇവിടെ ചെറുപ്പക്കാർ വഴിതെറ്റുന്നു. വിദ്യാർത്ഥികൾ അവർ വഴിതെറ്റുന്നു. കലാലയങ്ങളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ദേശീയ മാഫിയ സംഘം ക്യാമ്പസുകളിൽ ലഹരി മരുന്നിന് അടിമകളായി ക്യാമ്പസുകളിൽ അക്രമം വഹിച്ചിരുന്നു. SFI സംഘടന, നിങ്ങൾ ഈ കോട്ടയം നേഴ്സിംഗ് കോളേജിൽ കണ്ടതല്ലേ നമ്മൾ? ആ 5 SFIയുടെ ഭാരവാഹികളാണ്. അവരുടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ
ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് കുട്ടികളെ ഭീകരമായി റാഗിംഗ് ചെയ്ത് നിങ്ങൾ കാണുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും തിരുവനന്തപുരത്ത് കോളേജിൽ ഗവൺമെന്റ് മണ്ടക്കട കോളേജിൽ ഇന്നലെ നമ്മൾ കണ്ടു ഒരു കുട്ടീനെ ഭീകരമായി റാഗിംഗ് ചെയ്തത് എസ്എഫ്ഐയുടെ ഭാരവാഹികളാണ് അത് ചെയ്തിരിക്കുന്ന. അവിടെ ഒറ്റ പാർട്ടികളുള്ളൂ. അതിന് യൂണിയൻ ഓഫീസിൽ കൊണ്ടാണ് കോളേജ് യൂണിയൻ ഓഫീസിൽ കൊണ്ടാണ് ആ കുട്ടിയെ മർദ്ദിച്ചത്. ഇതിനൊക്കെ അടിസ്ഥാനപരമായ കാരണം ക്യാമ്പസുകളിൽ എസ്എഫ്ഐ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും വിളമ്പുന്ന ലഹരി വിളമ്പുന്ന ഒരു സ്ഥാപനങ്ങളായി ക്യാമ്പസുകളെ എസ്എഫ്ഐ മാറ്റിയിരിക്കുന്നു. അവിടെ ഭീകരാന്തരം സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്ക് സംരക്ഷണം നൽകാൻ ഇവിടെ സിപിഎം പാർട്ടി നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീതിപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സംശയം വേണ്ട. നമ്മളിവിടെ ഓർക്കുന്നത് സിദ്ധാർത്ഥന്റെ ആ റാഗിങ്ങിന് ഇരയായി മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥന്റെ ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ആ സിദ്ധാർത്ഥനെ ആ രീതിയിലേക്ക് ആ മരണത്തിലേക്ക് എത്തിച്ചവർ ഇന്ന് സുഖകരമായി ജീവിക്കുന്നു. അവരവരുടെ അധ്യയനം പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഈ കേരളത്തിലെ ജനസമൂഹം ഒന്ന് ചിന്തിക്കേണ്ടത് ഏത് തെറ്റും ഏത് നെറികേടും കാണിച്ചാൽ അവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ജനസമൂഹങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധമാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ ജീവിക്കാനുള്ള അവകാശം അത് സംരക്ഷിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതാത് സംസ്ഥാനത്ത് ഭരിക്കുന്ന ഗവൺമെന്റുകളാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സംരക്ഷണമല്ല, എന്റെ കുടുംബം എങ്ങനെ വളർത്താൻ ഞാനും എന്റെ മകളും എന്റെ മരുമകനും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ചിന്തയുമായി കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾക്ക് സമീപിക്കാൻ പേടിയാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ശക്തമായ സമരവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ശക്തമായ സമരം നടത്താൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് കേരളത്തിലെ KPCC ഏറ്റെടുത്ത് സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ സംസ്ഥാന മേഖലയിലും പരാജയപ്പെട്ട ഗവൺമെന്റിനെതിരെയുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടം ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ചും ധരണയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകളും സംഭരിക്കുന്നു.